നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ദിവസം ഒരു റോഡ് ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ആരാരും അറിയാതിരുന്ന റോഡിന്റെ ഉദ്ഘാടനം ഇത്രയും ആൾക്കാരെ വിളിച്ചുകൂട്ടി, പോലീസ് അകമ്പടിയോടുകൂടി, മാധ്യമങ്ങളുടെ അകമ്പടിയോടുകൂടി ഇത്രയും ആഘോഷമാക്കി മാറ്റാൻ കിടഞ്ഞ പരിശ്രമം നടത്തിയത് സത്യത്തിൽ UDF-ഓ അവിടുത്തെ നാട്ടുകാരോ അല്ല. പ്രതിഷേധിക്കാൻ എന്ന പേരിൽ രാഹുലിനെ പിന്തുണയ്ക്കാനെത്തിയ പ്രതിഷേധക്കാർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. പിരായിരി എന്ന് പറയുന്ന ആ ഒരു വാർഡുണ്ട്. പിരായിരി 6ാം വാർഡ് പൂഴിക്കുന്നത്തെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് നടത്തിയത്. ഇതിപ്പോൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലോകശ്രദ്ധ അല്ലെങ്കിലും മലയാളികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനായി അനവധി ആളുകൾ എത്തുന്നു. അദ്ദേഹത്തെ തോളിത്തട്ടിൽ തട്ടിക്കയറ്റി കോൺഗ്രസുകാർ ആവേശത്തോടുകൂടി അദ്ദേഹത്തെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുന്നു. ഒരു പച്ച നാട മുറിച്ചത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കാണുകയും ചെയ്തു. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൽക്കാലം പാലക്കാട്ടെ ഈ മണ്ഡലത്തിലേക്ക് വേണ്ടി ഒരു 5 പൈസ പോലും മുടക്കിയിട്ടില്ല. എല്ലാം MLA ഫണ്ടിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് എന്ന് പറഞ്ഞ ജില്ല ഉണ്ടോ എന്ന് പോലും മുഖ്യമന്ത്രിക്ക് പലപ്പോഴും അറിവില്ലാത്ത പോലെയാണ് പെരുമാറ്റങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എങ്കിലും MLA ഇത്രയും കഷ്ടപ്പെട്ട് നിർമ്മിച്ച, MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ചെറിയ റോഡ് ഉദ്ഘാടനം ഇത്രയും വിപുലമാക്കി തന്ന SFI-ക്കാർക്കും DYFI-ക്കാർക്കും എന്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ അറിയിക്കുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്. മാത്രമല്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ തൊട്ടടുത്ത ഇടങ്ങളിലെയും ഇതുപോലെ തന്നെ റോഡ് ഉദ്ഘാടനമുണ്ട്. നിങ്ങൾ അവിടെയും വന്ന് ഇത്രയും ആഘോഷമായി കെങ്കേമമാക്കി തരണമേ, ഇതൊരു അപേക്ഷയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കളിയാക്കുന്ന രൂപേണ, പരിഹാസ രൂപേണ പറയുന്നത്. എന്തായാലും കമന്റുകൾ നമുക്ക് നോക്കാം. പിരായിരി പറയുന്നത് കേട്ട് രാഹുലിനെ തടയുമെന്ന് മൂക്കിൽ വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞ കോഴിഫാം പാർട്ടിയുടെ സഖാക്കൾ വെട്ടിലായി. രാഹുൽ കരുത്തോടെ മുന്നോട്ട്. തടയാൻ വന്ന CJP അടിമകളെ നോക്കുകുത്തികളാക്കി UDF പ്രവർത്തകരുടെ തോളിലേറി രാഹുൽ റോഡ് ഉദ്ഘാടനം ചെയ്തു. മാസ് രാഹുൽ MLA. ഉദ്ഘാടനം അടിപൊളി, നെഞ്ചുറപ്പോടെ മുന്നോട്ട്. പാലക്കാട് വികസന പ്രവർത്തനങ്ങൾ നടത്തണം. നന്മ ആഗ്രഹിക്കുന്ന ജനങ്ങൾ തങ്ങളുടെ കൂടെ ഉണ്ടാകും. ആരും അറിയാതെ പോകുമായിരുന്ന പിരായിരിയിലെ ഒരു റോഡിന്റെ ഉദ്ഘാടനം ലോകത്തെ അറിയിച്ച പ്രതിഷേധക്കാർക്ക് നന്ദി. പിണറായി പോലീസിന്റെ സഹായമില്ലാതെ പാലക്കാടിന്റെ വിരിമാറിൽ ആണൊരുത്തൻ എത്തി നിൽക്കുന്നു. പാലക്കാടിന്റെ ധീരനായ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വേട്ടപ്പട്ടികൾ കുരയ്ക്കട്ടെ, അവരുടെ നാശം വരെയും കുരയ്ക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പാലക്കാടിന്റെ വികസന നായകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുപോലെ തന്നെ വരൂ അന്തം കമ്മികളെ നമുക്ക് ഇവിടെ കിടന്ന നിലവിളിക്കാം. അല്ലെങ്കിലും ഇത്രയും വലിയ ക്രൈം ചെയ്ത ഒരു MLA ഇങ്ങനെ റോഡിലൂടെ നെഞ്ചും വിരിച്ചു പോകുമ്പോൾ നമ്മുടെ ആഭ്യന്തര വാഴയും അതിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചും 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ശബരിമലയിൽ ശബരിമല മിണ്ടരുത്, സ്വർണം അടിച്ചത് പറയും, ചെയ്ത ആളെ ഒരു ദിവസമെങ്കിലും ഒരു കേസ് എടുത്ത് അകത്തിടാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിച്ചു കരയുന്നുണ്ട്. പിരായിരി എന്ന് കേൾക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ സരിനെ ഓർമ്മ വരും. അയാൾ ഇപ്പോൾ എവിടെയാണോ ആവോ. ചെങ്കൊടിയുടെ ആളുകളും ചെങ്കൊടി നിറച്ച കൊടിയുടെ ആളുകളും എവിടെ പോയി രാഹുൽ മാങ്കൂട്ടത്തെ തടയാൻ കെൽപ്പുള്ള ഏതവനാട പാലക്കാടുള്ള അന്നേരം കാണാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. ഉദ്ഘാടനത്തിന് ഒരു സ്ത്രീ പോലും എത്തിയില്ല. ഇവന്റെ സ്വഭാവം പാലക്കാട്ടെ സ്ത്രീ സമൂഹത്തിന് അറിയാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിലായിട്ട് അനവധി ആളുകൾ സ്ത്രീകൾ തടിച്ചുകൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുലിനെതിരെ ഒരു പെൺകുട്ടി പോലും പരാതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് രാഹുൽ തെറ്റുകാരനല്ല എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്ന അടിമകളോട് ഇത്രയേ പറയാനുള്ളൂ. നീയൊക്കെ നിന്റെ സഹോദരി രാഹുൽ മാങ്കൂട്ടത്തിനെ തിന്നാൻ കൊടുക്കുക. 2-3 മാസം കഴിഞ്ഞ് അവരുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും തിന്നാൻ കൊടുക്കുക. ശേഷം അവരോട് രാഹുലിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരും ഇല്ലെന്നേ പറയൂ. കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത് അവരുടെ മാനാഭിമാനമാണ്. അവരെങ്ങാനും പരാതി പറഞ്ഞാൽ നീ അടക്കമുള്ള കാമവെറിയന്മാർ ഉൾപ്പെടെ സമൂഹം അവരെ ജീവിക്കാൻ അനുവദിക്കില്ല. ആ ഭയം കൊണ്ട് മാത്രമാണ് രാഹുലിന്റെ ലൈംഗിക വൈകൃതം തീർത്ത ഒരു പെണ്ണും ഇതുവരെ പരാതിയുമായി വരാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അതിന് കൃത്യമായി തന്നെ മറുപടിയും നൽകുന്നുണ്ട്. 2 പേര് ബന്ധപ്പെടാതെ ഗർഭമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മറുപടി പറയുന്നുണ്ട്. ദിവ്യഗർഭം വല്ലതുമാണോ? അപ്പോൾ അപ്പുറത്ത് ഉള്ള ആൾ വരട്ടെ. പിന്നെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ CJP-കളുടെ വീട്ടിലാണ്. ഗർഭമുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത്. അതിൽ നീ പെടാതെ സൂക്ഷിച്ചോ, പോയി തരത്തിൽ കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വാദപ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.